ഹായ് ഹലോ പ്രിയരെ നമസ്കാരം. ഞാൻ ശ്രീ തിരുവഴയോട്. അപ്പോൾ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശ്രീകൃഷ്ണപുരത്ത് ഉള്ളൊരു സ്ഥലത്താണ്, ഒരു ഗ്രാമപ്രദേശത്താണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ സൺഡേ ആയത് കാരണം ഒരു അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വേറൊന്നുമില്ല, തിരുവാഴിയോട് ഭാഗത്തുനിന്ന് ഏകദേശം 1 കിലോമീറ്റർ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ശ്രീകൃഷ്ണപുരം എന്ന് പറഞ്ഞൊരു ഗ്രാമമുണ്ട്. അപ്പോൾ ഗ്രാമത്തിലൊരു അതിമനോഹരമായിട്ടുള്ളൊരു കുളമുണ്ട്, ഒരു അമ്പലക്കുളമുണ്ട്. അപ്പോൾ ആ അമ്പലക്കുളം നമുക്കൊന്ന് കണ്ടുവരാം. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളിപ്പോൾ നടന്നു പോണത് ക്ഷേത്രത്തിന് അകത്തു കൂടെ അല്ല, പുറത്തൊരു വഴിയുണ്ട്, പാടശേഖരത്തു കൂടെ നമ്മൾ പോണത്. അപ്പോൾ അവിടെ നെല്ലും കാര്യങ്ങളൊന്നുമില്ല, ഫുള്ള് പാടം ഇങ്ങനെ കിടക്കണത്, നിറച്ചും വെള്ളമാണ്, ചളിയും വെള്ളമൊക്കെ ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഈ ശ്രീകൃഷ്ണപുരം എന്ന് പറഞ്ഞൊരു ഗ്രാമം അത്രയും വളരെ ഭംഗിയാർന്നൊരു സ്ഥലം തന്നെയാണ്. അപ്പോൾ ഇവിടെ എന്താ കൃഷികൾ പൊതുവെ ഇവിടെ കമ്മിയാണ്, നെൽകൃഷിയൊന്നും കാണുന്നില്ല. ഫുള്ള് പാടമൊക്കെ പച്ചപ്പായിട്ട് ഇങ്ങനെ കിടക്കുന്നൊരു അവസ്ഥയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ആളുകൾ വെള്ളത്തിൽ ചാർന്ന ശബ്ദം കേൾക്കുന്നുണ്ട് കുളത്തിനകത്ത്. നമുക്ക് നേരെ ഒന്ന് പോയി നോക്കാം. നടക്കാൻ പറ്റില്ല, ഫുള്ള് ചളിയാണ് ഇവിടെ. വഴികളൊന്നും പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല, എങ്ങനെ പോകാന്നുള്ളൊരു പിടുത്തം കിട്ടില്ല. എനിക്ക് തോന്നുന്നത് അമ്പലക്കുളത്തിന് അവിടെ വഴി ഇല്ല എന്നാണ് തോന്നുന്നത്. നമ്മൾ വഴിക്ക് വെട്ടിത്തെളിച്ച് പോകേണ്ടുന്ന അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ അവിടെ ഒരു ചെറിയൊരു വഴി കാണുന്നുണ്ട്, ചിലപ്പോൾ അമ്പലക്കുളത്തിലേക്കുള്ള ഒരു വഴിയാവാനാണ് സാധ്യത. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് ആ വഴിയിലൂടെ തന്നെ നമുക്ക് അങ്ങോട്ട് നീങ്ങാം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ നേരെ അമ്പലക്കുളത്തിലേക്കുള്ള വഴി തന്നെയാണ്. 4 സൈഡും മയിലുകളാണ്, ഒരുപാട് മയിലുകൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഗ്രാമപ്രദേശം ആയതുകൊണ്ട് തന്നെ മയിലുകൾ ഒരുപാട് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ പോണത് കുളത്തിൻ്റെ ബാക്ക് സൈഡിലൂടെ ഉള്ള വഴിയിലൂടെ നമ്മൾ പോണത്. ഈ കാണുന്നൊരു ഭാഗം എന്ന് പറയുന്നത് നമ്മൾ കുളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ളൊരു സ്റ്റെപ്പാണ് ഈ കാണുന്നത്. ആ പഴയ കാലത്തൊരു ഭംഗി എപ്പോഴും നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഈ ഒരു കുളം നിലനിൽക്കുന്നത്. അപ്പോൾ ഈ കാണുന്നൊരു സ്ഥലം എന്ന് പറയുന്നത് നമ്മൾ അമ്പലത്തിനകത്തുനിന്ന് നേരെ കുളത്തിലേക്ക് വരുന്നൊരു വഴിയാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മളങ്ങനെ ആ കുളത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഒഴിവ് ദിവസമായത് കാരണം തന്നെയാണ് ഒരുപാട് ആളുകൾ ഇവിടെ കുളിക്കാനും രസിക്കാനൊക്കെ വന്നിട്ടുണ്ട്. അപ്പം മഴ പെയ്ത് കാരണം അത്രയധികം വെള്ളം ഇതിൽ നിറഞ്ഞു നിൽക്കുകയാണ്. വരുന്ന വഴിക്ക് ഒരു 2 പോസ്റ്റർ കണ്ടിരുന്നു, ഇവിടെ വന്നിട്ട് വീഡിയോ എടുക്കാനോ അതോ ഫോട്ടോ എടുക്കാനൊന്നും പാടില്ലെന്ന് പറഞ്ഞിട്ടുള്ളൊരു അറിയിപ്പ് നൽകുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ആളുകൾ വന്നിട്ട് വീഡിയോസും അതുപോലെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അങ്ങനെ ആരും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല ഇതുവരെയായിട്ട്. അപ്പോൾ ചിലപ്പോൾ ഇവിടെ കുളിക്കാൻ വരുന്ന ആളുകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളത് കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. നീന്തൽ അറിയാത്ത ആളുകളൊക്കെ ഒറ്റയ്ക്ക് കുളിക്കാൻ വരികയാണെങ്കിൽ സൂക്ഷിക്കണം. അപ്പോൾ ഒരുപാട് പായലുകളുണ്ട്. ഈ പായൽ പറഞ്ഞാൽ കുറച്ച് ഡേഞ്ചർ പിടിച്ചാണ്. കാലിൽ ചുറ്റി പിണഞ്ഞു കഴിഞ്ഞാൽ ഇത് പോരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ശ്വാസം കിട്ടാതെ പെട്ടെന്ന് പ്രശ്നമായി മാറും. മഴക്കാലം ആയത് കാരണമാകും ചിലപ്പോൾ ഈ കുളം ഇങ്ങനെ ക്ലീൻ ആക്കാണ്ട് ഇരിക്കണം. ചിലപ്പോൾ വേനൽക്കാലം ചിലപ്പോൾ ക്ലീൻ ആക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും സൂക്ഷിക്കുക. അതുപോലെ കുട്ടികളൊക്കെ വരികയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഒരു സൈഡിലല്ല പല സൈഡിലായിട്ട് തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു പായലാണത്. അപ്പോൾ സൂക്ഷിക്കുക എല്ലാവരും, കുട്ടികളെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക കുളിക്കാൻ വരുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെ ഒരുപാട് നേരം നമ്മൾ കാത്തിരുന്നാണ് ഈ ഒരു കുളത്തിൻ്റെ ഫുൾ കാഴ്ച നമ്മളുടെ വീഡിയോയിൽ പകർത്തിയത്. അപ്പോൾ കുളം അത്രയും ശാന്തമായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ കാഴ്ചകളും പ്രകൃതി ഭംഗിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായും എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.